5 വർഷം മുമ്പ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ്. ഇതിൽ ഫസ്റ്റ് എടുക്കേണ്ടത് ഇവർ തമ്മിലുള്ള വ്യത്യാസം. സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. അപ്പം 12 വയസ്സ് കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ആദ്യം സാബു, ഷീല. ഇതിൽ സാബുവിൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ 5 വർഷത്തിന് മുമ്പേ എന്ന് പറയുമ്പം സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങ്. അപ്പം കൂടുതലുള്ളത് സാബുവിന്, ഷീലയ്ക്ക് x എന്നെടുക്കാം. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് 3x - 1x, അതാണ് 12 എന്ന് പറയുന്നത്. അപ്പം 2x 12 x 6. ഇനി x 6 കിട്ടി. ഇത് 5 വർഷത്തിന് മുമ്പുള്ളതാണ്. അപ്പം റേഷ്യോ എപ്പോഴും വയസ്സിൻ്റെ കാര്യത്തിൽ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പം ഇവർ തമ്മിലുള്ള റേഷ്യോ 3:1. അപ്പം x നമുക്ക് 6 കിട്ടിയിട്ടുണ്ട്. അപ്പം 3x എന്ന് പറയുന്നത് 6 3 കൂടി ഗുണിക്കും 18. ഇവിടെ 6 വരും, ഇല്ലയോ? ഇത് 5 വർഷത്തിന് മുമ്പുള്ളതാണ്. ഇനി ഇത് 5 വർഷത്തിന് ശേഷം ആകുമ്പം ഇതിൻ്റെ കൂടെ 5 കൂട്ടണം. ഇപ്പോൾ സാബുവിൻ്റെ വയസ്സ് 23, ഷീലയുടെ വയസ്സ് 11. ഷീലയുടെ വയസ്സാണ് ചോദിച്ചേക്കുന്നത്, 11. ഓക്കെ.